അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്നത്തെ ഒരു വിഷയം ചൊല്ലത് ഞങ്ങൾക്ക് എല്ലാവർക്കും അകത്തുള്ള എനിക്കത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ഒരു വിഷയമായിട്ട് അതായത് എല്ലാ ആൾമാരും ആശപ്പെടുന്ന എനിക്കത്തെ ഒരു വിഷയം, എല്ലാവർക്കും ഇഷ്ടമുള്ള എനിക്കത്തെ ഒരു വിഷയം. കയ്യിൽ പൈസ ആവണുണ്ടുള്ളത്. കയ്യിൽ പൈസ ഇല്ലെങ്കിൽ ചമ്മ വിഷയത്തിലും നെമ്മതി കുസിയിട്ടുണ്ടു. അതേ ടൈമിലും കയ്യിൽ തീരെ പൈസ ഇല്ലാണ്ടായിട്ടിന്നെങ്കിൽ അങ്ങനത്തെ ഒരവസ്ഥ ഉള്ള ആളായിട്ടിന്നെങ്കിൽ കാദൽ ഫഖ്റു അൻ യകൂന കുഫ്ര, കാഫിറായി പോകുവരെ സാധ്യത ഉണ്ട്. ഒരാളുടെ തീരെ പൈസ ഇല്ല, എല്ലാത്തിലും ദാരിദ്ര്യം പിടിച്ച ഒരാളായിട്ടിന്നെങ്കിൽ ചിലപ്പോൾ കുഫ്റുക വരെ എത്തുക സാധ്യത ഉണ്ട് ചെന്നിട്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങൾക്ക് പഠിപ്പാട്ടി തന്നിട്ടിരിക്കുമ്പോൾ പിരിസത്ത് മുഅ്മിനീൻ ഞങ്ങളുടെ എല്ലാവരുടെ മനസ്സിലും ഉള്ള ഒരു ആശ കയ്യിൽ പൈസ വേണം. അതായത് ചില ആൾമാർക്ക് ചമ്മ വലിയ കോട്ടിക്കൊണ്ടാണ് ആശ എന്തിക്കല്ല. പിന്നെ ഒരു അഗത്യത്തുക്കുള്ള ഒരു അക വേണം, ഒരു അഗത്യത്തുക്കുള്ള ഒരു വാഹനം വേണം. അത്യാവശ്യം പറിപ്പറ പോകും, ഞങ്ങളെ മക്കളെ ഫീസ് കെട്ടോക്കും, അതുപോലത്തെ കാര്യങ്ങളെല്ലാം കഷ്ടമില്ലാണ്ട് പോകുള്ളത്ര പൈസ അതെങ്കിലും കിട്ടിയ മൈൻഡ് കൊള്ളാതെ ആശിക്കാറ്. ചില ചെന്ന ആൾമാർ അതെന്ത് വേണ്ട, ഒരു 3 വക്ത് ഒന്ന് കഞ്ഞു കുടിച്ച് ജീവിക്കോ, ഒരു കഷ്ടമില്ലാണ്ടൊരു ജീവിക്കുള്ള ഒരു ജീവന ഇന്ന് മൈൻഡ് ആശിക്കറങ്ങുള്ളാറ്. ചില ആൾമാർക്ക് എത്ര കോട്ടി ഇന്നങ്ങ് മയ്യാവില്ല, ഇനിയും കോട്ടിക്ക് പിന്നെ ബിസിനസ് ആക്കോ ഇല്ലങ്ങ ഉള്ളാറ്. ഏതായാലും ഈ പൈസാണ്ടുള്ളത് ഒരു മനുഷ്യരെ ആശ്രയിട്ടിക്കട്, അത് ആവശ്യവും കൂടി ആയിട്ടിക്കട്. കാരണം ഇപ്പൊ ഞങ്ങൾക്കൊരു പെരുന്നാൾ ബന്ധു, ഞങ്ങൾക്കൊരു നല്ല നാള് ബന്ധു, ഞങ്ങൾക്കൊരു ആവശ്യം ബന്ധു, അപ്പൊ ഞങ്ങൾക്ക് പൈസ വേണം. എന്തെങ്കിലും ഡ്രസ്സ് എടുക്കണമെങ്കിൽ, ഒരു ഫുഡ് എടുക്കണമെങ്കിൽ എന്തെങ്കിലും പൈസ വേണം. പൈസ എന്നൊരുത്തട്ടക്കട കേൾക്കിற പോലെ, എന്നൊരുത്തട്ട പോലും ഇറക്കിற പോലത്തെ അവസ്ഥ ഞങ്ങൾക്ക് ഇക്കാണ്ടിക്കരുത്, ഒരു ഐശ്വര്യമായിട്ടിക്കട്. അപ്പൊ ഞാൻ ചെന്ന് പറഞ്ഞത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളെ കയ്യിൽ പൈസ എന്നൊരാക്കണോ ചെന്നിട്ട് ഞങ്ങൾക്ക് ഒരു ദുആ പഠിപ്പാട്ടി തണ്ട്. ആ ദുആ എപ്പോഴും ദുആർക്കര ഒരാൾക്ക് അല്ലാഹു തആല ആവശ്യത്തുക്കുള്ള ഗനി അവന്റെ ആക്കുക. എന്നെങ്കിൽ ആവശ്യത്തുക്കുള്ള ഒരു പൈസക്കാര, ആവശ്യത്തുക്കുള്ള പൈസ അല്ലാഹു തആല അവൻട്ട് കൊടുക്കൂ. അതിന് എനർത്തട്ട കേൾക്കൊനായ അവസ്ഥ വരാത്ത പോലെ അല്ലാഹു തആല അവന്റെ സംരക്ഷിക്കൊണ്ടായിട്ട് ഈ ഹദീസ് നമുക്ക് പഠിപ്പാട്ടു. ആ ദുആ ആയിട്ടിക്കട് ഇന്നത്തെ ഈ വീഡിയോ ഞാൻ പഠിപ്പാട്ടത്. ഇൻഷാ അല്ലാഹ് സ്ക്രീനിൽ കണ്ട പോലെ തന്നെ ഒന്ന് കണ്ടിട്ട് ഇങ്ങനെ ചൊല്ലറു, അല്ലാഹുമ്മ ഇക്ഫിനി ബിഹലാലിക. അങ്ങനെ കൂട്ടി എഴുതുമ്പോ അല്ലാഹുമ്മ ഇക്ഫിനി ബിഹലാലിക, അല്ലാഹുമ്മ ഇക്ഫിനി ബിഹലാലിക. ചൊല്ല ഈ ദുആ എപ്പോഴും നിങ്ങൾ ദുആർക്കൊടും. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ല്, ആരെങ്കിലും വെള്ളിയാഴ്ച നാളില് ജുമുഅ കഴിഞ്ഞ പിന്നെ 70 വട്ടം ആരെങ്കിലും 70 മറത്തൻ 70 വട്ടം ഈ ദുആ ആരെങ്കിലും ദുആർന്നെങ്കിൽ അഗ്നാഹുല്ലാഹു തആല, അല്ലാഹു തആല അവന്റെ വലിയ പൈസക്കാരാക്കൂ, ഗനിയാക്കൂ. ചെന്നെങ്കിൽ കഷ്ടമില്ലാണ്ട് നല്ല സമ്പത്ത് പിടിച്ചിട്ട് ആവശ്യത്തും എല്ലാ നിലക്കും റാഹത്തുള്ള ഒരു ജീവനവും കൊടുക്കൂ. അപ്പൊ ഞങ്ങൾ എല്ലാവരും ഈ ദുആ ഒന്നുണ്ടാക്കണം, സ്ക്രീൻഷോട്ട് എടുത്തിട്ടാ അല്ലെങ്കിൽ എഴുതിട്ടാ അല്ലെങ്കിൽ പഠിച്ചിട്ടാ ഈ ഒരു ദുആർക്കണങ്ങാവണം. ഒന്നും കൂടി അല്ലാഹുമ്മ ഇക്ഫിനി ബിഹലാലിക ചൊല്ല ഈ ദുആ. അങ്ങനെ ദുആർക്കണു. ഹലാലായ സമ്പത്ത് വേണമായിട്ട് ഞങ്ങൾ എപ്പോഴും ആശിക്കണു. ഒട്രാസി സമ്പത്ത് കിട്ടിയ മയ്യാവല, കിട്ടത് ഹലാലാവണു. ഞങ്ങളുടെ പെഞ്ഞായി മക്കൾക്ക് കൊടുക്കുന്ന സമ്പത്ത് അത് ഹലാലായത് മാത്രമാവണു. ഹറാമായത് ഞങ്ങളുടെ വയത്തേക്ക് പോയെങ്കിൽ അങ്ങവും നങ്ങവും എല്ലാവരും ദുആക്ക് ഇജാബത്ത് കിട്ടാത്ത ആൾമാറാവുറാറ്. പിന്നെ ദാരിദ്ര്യവും കഷ്ടവും ഏറമേ ആയിപ്പോ. അതുകൊണ്ട് സമ്പത്ത് ഹലാലായതാവണു. അതിന് വേണമായിട്ട് പ്രയത്നാക്കണു, അതിന് വേണമായിട്ട് ദുആർക്കണു. ഈ ദുആ എപ്പോഴും ദുആർന്നോണ്ടുള്ള ആൾക്ക് കഷ്ടക്കാലം വലിയ ആവശ്യത്തുക്കുള്ള എല്ലാം അല്ലാഹു തആല കൊടുത്തു നല്ല ഇംപ്രൂവ്മെന്റ് ഉള്ള ഒരു ജീവിതം വരും. അല്ലാഹു തആല ഞങ്ങൾ തൗഫീഖ് നൽകട്ടെ. ഞങ്ങളെല്ലാം കഷ്ടപ്രയാസ ദുഃഖങ്ങളെ അല്ലാഹു തആല ദൂറാക്കി മനസ്സിക്ക് നെമ്മതിയും സമാധാനവും ഹലാലായ സമ്പത്തും അല്ലാഹു തആല തന്നെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.